വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൻറ്റർബറി ടെയിൽസ് എന്നുള്ള പോയത്തിനകത്തെ ദ നൺസ് പ്രീസ്റ്റ് ടെയിൽ എന്നുള്ള സ്റ്റോറിയാണ്. സോ നമുക്കറിയാം കാൻറ്റർബറി ടെയിൽസ് എന്നുള്ളത് 29 പിൽഗ്രിംസ് പറയുന്ന സ്റ്റോറീസാണ് ആ ഒരു പോയത്തിൽ മുഴുവനായിട്ട് പറയുന്നത്. അതിലെ ഒരു ക്യാരക്ടറാണ് ദ പ്രയറസ്. പ്രയറസ് മീൻസ് എ നൺ. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ ഹെഡ് ഓഫ് ദ കോൺവെൻറ്റ് ആൻഡ് ഹെർ നെയിം ഈസ് എഗ്ലാൻഡൈൻ. ഇവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് വളരെ നന്നായിട്ട് ഗോഡ്സ് പ്രേയേഴ്സ് അവരെന്ത് ചെയ്തിരുന്നു, സിങ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് നന്നായി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുമായിരുന്നു. അന്നത്തെ സൊസൈറ്റിയിൽ ഫ്രഞ്ച് സംസാരിക്കുന്നത് ഹൈ ക്ലാസ് പീപ്പിൾസ് മാത്രമാണ്. അതുപോലെ തന്നെ ടേബിൾ മാനേഴ്സ് ഇത്രയധികം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലേഡിയും കുറവായിരിക്കും. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും താഴത്തേക്ക് വരാതെ വളരെ നീറ്റായിട്ട് ചുണ്ടുകളിലൊന്നും പെടാതെ തന്നെ അവരെന്ത് ചെയ്തിരുന്നു, ഭക്ഷണം കെയർഫുള്ളായിട്ട് കഴിച്ചിരുന്നു. ഒന്നും തന്നെ വേസ്റ്റ് ആക്കിയിരുന്നു ഇല്ല. സോ അവരെപ്പോഴും അവരുടെ ആ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ കൈൻഡ് ഹേർട്ടഡ് ആണ്, അതുപോലെ തന്നെ സിമ്പത്തറ്റിക് ആണ്. തൻ്റെ മുന്നിൽ ഒരു എലി കെണിയിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ജീവികൾ ചത്ത് കിടക്കുകയാണെങ്കിൽ പോലും വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു എഗ്ലാൻഡൈന്. അവർക്ക് ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ഡോഗ്സിനെയും വളരെ നന്നായിട്ടാണ് കെയർ ചെയ്തിരുന്നത്. അവർക്ക് കഴിക്കാനായിട്ട് റോസ്റ്റഡ് മീറ്റ്, മിൽക്ക്, വൈറ്റ് ബ്രെഡ് എന്നിവയെല്ലാം കൊടുത്തിരുന്നു. ആ ഡോഗ്സിനെ ആരെങ്കിലും ബീറ്റ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ പോലും എഗ്ലാൻഡൈന് ഒരുപാട് സങ്കടമായിരുന്നു. ഇനി അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടായിരുന്നു എഗ്ലാൻഡൈൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതീവ സുന്ദരിയുമായിരുന്നു അവർ കാണാൻ. ഹെർ നോസ് ആർ ഷാർപ്പ് ആൻഡ് ഐസ് were grey as glass and her mouth was small and soft and red. അതുപോലെ തന്നെ അവരുടെ ആമിൽ എപ്പോഴും ഒരു റോസറി ഉണ്ടായിരുന്നു. സ്മോൾ ബീഡ്സ്, കോറൽ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു റോസറി. അതിൽ വലിയ ബീഡ്സ് എല്ലാം ഗ്രീൻ കളറിലായിരുന്നു. അതിനകത്തൊരു ബ്രൂച്ച് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ബ്രൂച്ച് ആയിരുന്നു അത്. അതിനകത്ത് എ എന്നുള്ള ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്ററിന് ശേഷം ഒരു മോട്ടോ കൂടി അതിലുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അമോർ വിൻസിറ്റ് ഒമീനിയ. അതിൻ്റെ മീനിങ് വരുന്നത് ലവ് കോൺകേഴ്സ് ഓൾ, സ്നേഹം എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുന്നു എന്നാണ്. സോ ഇവിടെ എഗ്ലാൻഡയുടെ കമ്പാനിയനായിട്ട് വേറൊരു നണ്ണും, അതായത് അവളുടെ പ്രൈവറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ 3 പ്രീസ്റ്റും ആണ് അവരുടെ കൂടെ ഈ ഒരു ജേണിയിൽ ഉണ്ടായിരുന്നത്. സോ ഇവിടെ സ്റ്റോറി പറയുമ്പോൾ ഇവിടെ എഗ്ലാൻഡയുടെ കൂടെ വന്നിട്ടുള്ള ഒരു പ്രീസ്റ്റാണ് സ്റ്റോറി പറയുന്നത്. ദാറ്റ് ഈസ് ദ നൺസ് പ്രീസ്റ്റ് ടെയിൽ. ഓക്കെ, നമുക്കിനി എന്തായിരുന്നു ആ പ്രീസ്റ്റ് പറഞ്ഞ സ്റ്റോറി എന്ന് നോക്കാം. ഇവിടെ പ്രീസ്റ്റ് പറഞ്ഞത് ഒരു പാവം വിഡോയുടെ സ്റ്റോറി ആയിരുന്നു. അതായത് ഒരു വിഡോയും അവളുടെ 3 പെൺകുട്ടികളും ഒരു യാർഡിൽ താമസിക്കുകയാണ്. അവരുടെ കൂടെ ആ യാർഡിൽ കുറച്ച് ചിക്കൻസ് കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒരു റൂസ്റ്ററും ബാക്കി ഹെൻസുമാണ് ഉണ്ടായിരുന്നത്. ആ റൂസ്റ്ററുടെ പേര് ചാൻഡിക്ലിയർ എന്നാണ്. അതായത് ചാൻഡിക്ലിയർ എന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ളത് എന്നാണ്. ആ പേര് പോലെ തന്നെ ആയിരുന്നു ചാൻഡിക്ലിയറിൻ്റെ സൗണ്ടും. അതായത് വളരെ നന്നായിട്ട് ചർച്ച് ബെല്ലിലും അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, കൂകുമായിരുന്നു ആ കോഴി. ചാൻഡിക്ലിയറിന് 7 വൈഫ്സ് ആണ് ഉണ്ടായിരുന്നത്. അതായത് 7 പിടക്കോഴികളാണ് ആ കോഴിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ചാൻഡിക്ലിയറിന് ഇഷ്ടമുണ്ടായിരുന്നത് പെർട്ടിലോട്ട് എന്ന ഹെന്നുമായിട്ടാണ്. സോ പെർട്ടിലോട്ടായിരുന്നു ചാൻഡിക്ലിയറിൻ്റെ ലവബിൾ വൈഫ്. ഓക്കെ, ഒരു ദിവസം ചാൻഡിക്ലിയർ രാവിലെ എന്ത് ചെയ്യും, ഒരു ചീത്ത സ്വപ്നം കാണും. അത് പെർട്ടിലോട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യും. അവൻ കാണുന്ന സ്വപ്നം ഇങ്ങനെയാണ്. അതായത് അവൻ യാർഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആനിമൽ, അവൻ എന്ത് ചെയ്യുന്നു, റെഡ് ബോഡിയും ബ്ലാക്ക് ടിപ്പ്ഡ് ടെയിൽ ആൻഡ് ഇയേഴ്സ് ഉള്ള ഒരു ആനിമൽ എന്ത് ചെയ്യുന്നു, അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ചാൻഡിക്ലിയർ കാണുന്ന സ്വപ്നം. ആ ആനിമൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടും അവൻ പറയും. പക്ഷേ പെർട്ടിലോട്ടിന് ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരിക. അവൾ ചാൻഡിക്ലിയറിനെ ഒരുപാട് കളിയാക്കുകയും ചെയ്യും. നിങ്ങളൊരു ഭീരു ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നത്തിനെയൊക്കെ മീനിങ് കൊടുത്തിട്ട് അതിൻ്റെ പിറകെ പോകുന്നത്. അല്ലാണ്ട് ഒരിക്കലും സ്വപ്നമൊന്നും ഫലിക്കില്ല, അങ്ങനെയൊന്നും ആരും വിശ്വസിക്കില്ല, നിങ്ങൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചാൻഡിക്ലിയറിനെ പെർട്ടിലോട്ട് എന്ത് ചെയ്യും, ഒരുപാട് കളിയാക്കും.
എന്നിട്ട് അവൾ പറയും, എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്വപ്നമൊക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് മരുന്ന് പറിച്ച് തരാം. അത് ഹെൽത്ത് ബാലൻസ് ചെയ്യാനും ഇങ്ങനെ ബാഡ് ഡ്രീംസ് വരുന്നത് തടയാനും സാധിക്കുമെന്ന് പറയും. പക്ഷേ ചാൻഡിക്ലിയർ അവൻ്റെ സ്വപ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അവൻ പറയും, എന്തെങ്കിലും വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരാനാണ് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് എന്നാണ് ചാൻഡിക്ലിയർ വിശ്വസിക്കുന്നത്. അത് ഉറപ്പിക്കുന്നതിനായിട്ട് അവനൊരു എക്സാമ്പിളും പറയും. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരവനെ കൊല്ലുന്നതായിട്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട്, സ്വർണത്തിന് വേണ്ടിയിട്ട് തന്നെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കാണും. അപ്പോൾ അത് നടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ശ്രമിക്കും. അയാൾ തൻ്റെ ഫ്രണ്ട്സിനോടും ഈ സ്റ്റോറിയും ഈ ഡ്രീമിനെ കുറിച്ചും പറയും. അതായത് അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യാണ്, മുങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള രീതിക്ക് അയാൾ സംസാരിക്കും. പക്ഷേ ഫ്രണ്ട്സ് അതിന് ചിരിച്ചു തള്ളുകയാണ് ചെയ്യുക. പിന്നെ ചാൻഡിക്ലിയർ പറയുന്നത് ബെർട്ടിലോട്ടിനെ കുറച്ച് സുഖിപ്പിച്ചുകൊണ്ടാണ്. അതായത് അവൾ അവൻ്റെ കൂടെ ഉണ്ട്, അത്രയും സൗന്ദര്യമുള്ള അവൾ അവൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് പിന്നെ ഒരു പേടിയുമില്ല എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കും. അതുപോലെ തന്നെ ആ പറയുന്നത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോവേർബിൻ്റെ ഹെൽപ്പ് കൂടി അവിടെ തേടും. മ്യൂളിയറസ് ഹ്യൂമനിസ് കോൺഫ്യൂസിയോ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശരിക്കും വരിക വുമൺ ഈസ് മെൻസ് റൂയിൻ എന്നാണ് മീനിങ് വരുന്നത്. പക്ഷേ ഇവിടെ ചാൻഡിക്ലിയർ പറയുന്നത് എന്താണ്, വുമൺ ആണ് ഒരു മെന്നിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും കാരണം എന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചാൻഡിക്ലിയർ മറ്റുള്ള ഹെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യുമായിരുന്നു, യാർഡിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ഫോക്സ്, അതായത് ചാൻഡിക്ലിയർ സ്വപ്നത്തിൽ കണ്ട അതുപോലത്തെ നിറമുള്ള ഒരു ഫോക്സ് എന്ത് ചെയ്യും, ആ യാർഡിലേക്ക് അതിൻ്റെ മതിലുകൾ തകർത്തിട്ട് വരും. ആ ഫോക്സ് കുറേ നേരം ചാൻഡിക്ലിയറിനെ അവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവനോട് പോയിട്ട് സംസാരിക്കും. അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ അച്ഛൻ പാടിയിരുന്നത് പോലെ തന്നെ പാടാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ചാൻഡിക്ലിയർ എന്ത് ചെയ്യും, അച്ഛൻ പാടിയിരുന്നത് അല്ലെങ്കിൽ തൻ്റെ പാട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ ചിറകുകളൊക്കെ ശരിയാക്കി ത്രോട്ടൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയി പിടിച്ച് കണ്ണുകൾ അടച്ച് അവൻ പാട്ട് പാടാൻ തുടങ്ങുന്ന സമയം ആ ഫോക്സ് എന്ത് ചെയ്യും, അവൻ്റെ ത്രോട്ടിൽ പിടിക്കും. എന്നിട്ട് അവനെ കടിച്ചുകൊണ്ട് വുഡ്സിനകത്തേക്ക് ഓടും. പക്ഷേ ആർക്കും തന്നെ മനസ്സിലാവില്ല അവിടെ ചാൻഡിക്ലിയറിന് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ബെർട്ടിലോട്ട് എന്ത് ചെയ്യും, അത് കണ്ടുപിടിക്കും എന്താണ് അവന് പറ്റിയത് എന്നുള്ളത്. അത് അറിയുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടവും അപമാനവും ഒക്കെ തോന്നിയിട്ട് അവൾ എന്ത് ചെയ്യും, അവളുടെ തൂവലുകൾ കത്തിക്കാനായിട്ട് ഒരുങ്ങും. അപ്പോൾ ആ കൂപ്പിനകത്ത് നിന്ന് വലിയ സൗണ്ടോട് കൂടി ബഹളം കേൾക്കും. ഈ സൗണ്ട് കേട്ട് പുറത്തു വരുന്ന വിഡോയും അവളുടെ പെൺകുട്ടികളും അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള ആളുകളും കൂടി ആ ഫോക്സിനെ ചേസ് ചെയ്തുകൊണ്ട് വുഡ്സിനകത്തേക്ക് പോകും. സോ ഇത് കാണുന്ന ചാൻഡിക്ലിയർ എന്ത് ചെയ്യും, ആ ഫോക്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് അവൻ ഫോക്സിനോട് പറയും, എൻ്റെ പുറകെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, തിരിഞ്ഞു നോക്കി അവരെ ഒന്ന് ശപിച്ചു നോക്കൂ, തന്നെ പിടിക്കാൻ വരുന്ന ആ ആളുകളെ ഒന്ന് തിരിഞ്ഞു നിന്ന് ശപിക്കൂ എന്ന് പറയും. സോ ഇത് വിശ്വസിക്കുന്ന ഫോക്സ് എന്ത് ചെയ്യും, അവരെ ശപിക്കുന്നതിനായിട്ട് വായ തുറക്കുന്ന സമയത്ത് ചാൻഡിക്ലിയർ വായിൽ നിന്ന് ചാടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. അബദ്ധം മനസ്സിലാക്കിയ ഫോക്സ് ചാൻഡിക്ലിയറിനെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് വരാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കും. വീണ്ടും അവനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ പാട്ടിനെക്കുറിച്ചും അവൻ്റെ ഭംഗിയെക്കുറിച്ചും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമെങ്കിലും അതൊന്നും എന്ത് ചെയ്യില്ല, ബലം കാണില്ല. ചാൻഡിക്ലിയർ ആദ്യം പറ്റിയ ആ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ ജീവൻ നിലനിർത്തും. സോ ഇത്രയാണ് ദ നൺസ് പ്രീസ്റ്റ് ടെയിൽ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.